വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷയാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ. 2 കൊരിന്ത്യർ 5, 18, 19 വാക്യങ്ങളിൽ പറയുന്നത്, നിരപ്പിൻ്റെ ശുശ്രൂഷയും നിരപ്പിൻ്റെ വചനവും നമ്മുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് വേർഡ് ഓഫ് റെക്കൺസിലിയേഷൻ. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. മത്തായി 5, 23 മുതൽ 26 വരെ. ഈ ശുശ്രൂഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എങ്കിലും നിരപ്പിൻ്റെ പാതയിൽ കൂടി സഞ്ചരിക്കുവാൻ വിശ്വാസി തയ്യാറാകുന്നില്ല. തമ്മിൽ സ്നേഹിക്കുന്നവരിലാണ് നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് സമാധാനം ഉളവാകുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. മത്തായി 5:9. സഹോദരന്മാരായ ഏശാവും യാക്കോബും അനുരഞ്ജനത്തിലേക്ക് വരുന്നൊരു സംഭവം വളരെ മനോഹരമായി ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനികനായി മടങ്ങി വരുന്ന യാക്കോബ് അനുരഞ്ജനത്തിന് തയ്യാറാകുവാൻ ഉള്ള കാരണം ഉൽപ്പത്തി 31:42 വായിക്കുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ടു. അതായത് യഹോവയായ ദൈവം എൻ്റെ കഷ്ടത കണ്ട് എന്നോട് ദയ കാണിച്ചതുപോലെ ഞാനും ദയ കാണിക്കണം എന്ന് യാക്കോബ് പറയുന്നു. എത്ര വലിയ ദയ കർത്താവ് നമ്മോട് കാണിച്ചത്! ആ ദയ നമ്മളുടെ സഹോദരങ്ങളോട് കാണിപ്പാൻ വിശ്വാസി തയ്യാറാകുമ്പോൾ നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകും. യാക്കോബ് അനുരഞ്ജനത്തിൻ്റെ മാർഗം സ്വീകരിപ്പാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. 1. ഭിന്നിപ്പ് അഥവാ വിദ്വേഷം മരണത്തിന് കാരണമാകും എന്ന് യാക്കോബ് ചിന്തിച്ചു. ഹരാനിലേക്ക് യാക്കോബ് ഓടിപ്പോയത് സഹോദരനായ ഏശാവ് കൊല്ലുമെന്ന് കണ്ടാണ്. മടങ്ങി വരുമ്പോൾ യാക്കോബ് കേൾക്കുന്നത് സഹോദരൻ 400 ആളുകളുമായി തനിക്കെതിരെ വരുന്നു എന്നതാണ്. സഹോദരൻ തന്നെ കൊല്ലുമെന്ന് കണ്ട് യാക്കോബ് ഭയപ്പെട്ടു. ഈ ഭയമാണ് സഹോദരനുമായി അനുരഞ്ജനത്തിൽ വരുവാനുള്ള ഒന്നാമത്തെ കാരണം. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ അതിക്രമങ്ങളുടെയും യുദ്ധങ്ങളുടെയും കാരണം ഈ ഭയം തന്നെയാണ്. പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ തീർത്ഥയാത്രയിൽ പരസ്പരം വിശ്വാസം കൂടാതെ മുൻപോട്ട് പോകുവാൻ കഴിയില്ല. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ സ്നേഹബന്ധം ശക്തിപ്പെടണം. സ്നേഹബന്ധം നഷ്ടപ്പെടുമ്പോൾ അനുരഞ്ജനത്തിൻ്റെ സാധ്യത ഇല്ലാതാകും. അത് പകയിലേക്കും ഒടുക്കം മരണത്തിലേക്കും എത്തിക്കും. അതുകൊണ്ട് പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും അനുരഞ്ജനത്തിൻ്റെ ചാലകങ്ങളായി നമുക്ക് തീരാം. 2. ദൈവം സകലവും സാധ്യമാക്കും എന്ന വിശ്വാസം അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നു. അനുരഞ്ജനത്തിൻ്റെ അടിത്തറ ദൈവത്തിലുള്ള വിശ്വാസമാണ്. സ്വന്തം ദേശത്തേക്ക് എന്നെ മടക്കി വരുത്തിയ ദൈവം സകലവും സാധ്യമാക്കും എന്ന വിശ്വാസം യാക്കോബിലുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് സഹോദരനുമായി അനുരഞ്ജനത്തിലാകുവാൻ യാക്കോബിനെ സഹായിച്ചത്. ഇന്ന് ഭവനത്തിലും സഭയിലും കാണപ്പെടുന്ന എല്ലാ മത്സരങ്ങൾക്കും കാരണം ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതാണ്. ഇന്ന് സഭയ്ക്കെല്ലാമുണ്ട്. ആൾബലമുണ്ട്, സമ്പത്തുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്, ആരാധനയുണ്ട്. എന്നാൽ ഇല്ലാത്തത് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ്. എല്ലാം ഉണ്ടാക്കിയാലും ദൈവത്തിൽ വിശ്വാസമില്ല എങ്കിൽ എന്ത് പ്രയോജനം? കൊലീസ്യർ 3:12-13 വാക്യങ്ങളിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും
വഴക്കുണ്ടായാൽ പരസ്പരം ക്ഷമിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മുടെ എത്ര വലിയ കുറ്റമാണ് ക്ഷമിച്ചു തന്നിരിക്കുന്നത്. 3, അനുരഞ്ജനം ഉണ്ടാവണമെങ്കിൽ സഹോദരനിൽ ദൈവത്തെ കാണുവാൻ കഴിയണം. ഉൽപ്പത്തി 33:10 യാക്കോബ് സഹോദരനോട് പറയുന്നത്, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുന്നു. ഒരിക്കൽ ജ്യേഷ്ഠാവകാശം വരെ ചതിയിലൂടെ കൈവശപ്പെടുത്തിയ യാക്കോബ ഇത് പറയുന്നത്, എൻ്റെ സഹോദരൻ ദൈവത്തിന് തുല്യനാണ്. യാക്കോബിൻ്റെ ഈ വാക്കുകളാണ് അനുരഞ്ജനത്തിലേക്ക് നയിച്ചത്. മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായ ആകയാൽ സമസൃഷ്ടങ്ങളിൽ ദൈവഛായ കാണുവാൻ നമുക്ക് കഴിയണം. ഇന്ന് വിശ്വാസികളിൽ പോലും അല്പവിരോധം ഉടലെടുക്കുമ്പോൾ പിന്നെ സഹോദരനെ കാണുന്നത് പിശാചിനെ കാണുന്നത് പോലെയാണ്. നാം എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാവരെയും ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നുമുള്ള ഉൾബോധം നമ്മിലുണ്ടാകുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ വരുവാൻ കഴിയൂ. ഈ ഉൾബോധം യാക്കോബിലുണ്ടായത് യാബോക്കടവിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ആണ്. ഈ കണ്ടുമുട്ടൽ യാക്കോബിനെ ഒരു പുതിയ മനുഷ്യനാക്കി. അതായത് ഒരു പുതിയ മനുഷ്യനായി തീരുമ്പോൾ അഥവാ മാനസാന്തര അനുഭവത്തിൽ വരുമ്പോൾ അവിടെ അനുരഞ്ജനം ഉളവാകും. കർത്താവേ, ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെട്ട് അനുരഞ്ജനത്തിൻ്റെ ചാലകമാകുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. യേശു